¿En qué? ¿En qué? Dame un tuk tac tac tuk tac DJ Rex. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് അബുദാബിയിലെ സെന്റ് റിഗീസ് റിസോർട്ട് സാദിയ തായ്ലൻഡിലാണ്. ലോക പ്രശസ്തമായ സദബീസ് എന്ന ഇന്റർനാഷണൽ റിയൽ എസ്റ്റേറ്റ് ബ്രാൻഡിന്റെ ഒരു ഓപ്ഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. 1976 അന്നത്തെ ആർട്ട് ഡീലേഴ്സ് ചേർന്ന് സ്ഥാപിച്ച ഒരു ലക്ഷറി റിയൽ എസ്റ്റേറ്റ് ബ്രാൻഡാണ് സദബീസ് ഇന്റർനാഷണൽ റിയാലിറ്റി. ഇവരുടെ പ്രവർത്തന രീതി ലോകമെമ്പാടുമുള്ള അംഗീകൃത ഏജന്റുമാർക്കും ബ്രോക്കർമാർക്കും ഈ ബ്രാൻഡിന് കീഴിൽ പ്രവർത്തിക്കാൻ സാധിക്കും. ആഡംബര വീടുകളും വലിയ വില്ലകളും വിപണനത്തിലും ഇടപാടുകളിലുമാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 1000-ലധികം ഓഫീസുകളും 1000-കണക്കിന് ഏജന്റുമാരും ഇവർക്കുണ്ട്. ചുരുക്കത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ആൾക്കാർക്ക് ആഡംബര വസതികൾ വാങ്ങാനും വിൽക്കാനും സഹായിക്കുന്ന ഒരു ആഗോള ശൃംഖലയാണ്. ഇവരിപ്പോൾ ഡിസംബർ 2-ാം തീയതി സെന്റ് റിഗീസ് സാദിയ തായ്ലൻഡിൽ വെച്ച് നടത്തുന്ന സദബീസ് ലേലമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരുപാട് ആഡംബര വസ്തുക്കളാണ് അവർ ഈ ലേലത്തിൽ വെച്ചിരുന്നത്. ആഡംബര കാറുകള്, വിലപിടിപ്പുള്ള വജ്രങ്ങള്, മക്ലറൻ ഫോർമുല 1 ടീം കാറ്. ഇത്തരം കാര്യങ്ങൾ ലേലത്തിൽ വെക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും 10 ലക്ഷമോ 20 ലക്ഷമോ ആയിരിക്കും ഒക്കെ ഇതിൻ്റെ റേഞ്ച്. പക്ഷേ ഇതിൻ്റെ റേഞ്ച് വന്നിട്ട് ഏകദേശം $12 മില്യൺ ആണ്. അതായത് ഇന്ത്യൻ മണി 100 കോടി 20 ലക്ഷം രൂപയാണ് ഇതിൻ്റെ റേറ്റ്സ് വരുന്നത്. ഒരു ലേലത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെ ഇത്രയും വയ്ക്കുമ്പോഴും അവിടെ ഇത് വാങ്ങാനായി എത്തുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് അവിടുത്തെ പെയിന്റിംഗ് ശേഖരങ്ങളാണ്. അതിനു മുമ്പായി അവിടുത്തെ ലേല വസ്തുക്കൾ ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് വരാം. ഇനി നമ്മൾ പോകുന്നത് നേരെ പെയിൻറ്റിങ് ക്ഷേത്രത്തിലോട്ടാണ്. നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ വലിയൊരു സ്ക്രീനിൽ അവിടുത്തെ പെയിൻറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. ഈ പെയിൻറ്റിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ പെയിൻറ്റിങ്സുകൾ ഒരുപാട് നേരം നോക്കി നിൽക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അതായത് ഞാൻ ഈ പെയിൻറ്റിങ്സിനെ കുറിച്ച് സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർ ആ ചിത്രത്തിൽ നിന്നും എന്തൊക്കെ അവർക്ക് കണ്ടെത്താൻ പറ്റും, ഇനിയും ആ ചിത്രത്തിലെ പുതിയ അറിവുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ അത്രയും നേരം ആ ചിത്രത്തെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. റെഡ് കാർപ്പറ്റ് വിരിച്ചിട്ടുള്ള ഗ്രേ കളർ ഭിത്തിയിൽ വളരെ മനോഹരമായിട്ടാണ് അവരവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. വളരെ കുറച്ച് പെയിൻറ്റിങ്സ് മാത്രമേ ഉള്ളൂവെങ്കിലും ഈ പെയിൻറ്റിങ്സുകളെല്ലാം ലോക പ്രശസ്തമായ പെയിൻറ്റിങ്സുകളാണ്. ഇനി നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് 1935 വരച്ച വുമൺ വിത്ത് ഹെഡ് ഓഫ് റോസസ് എന്ന പ്രശസ്തമായ ഒരു ചിത്രത്തിനെ കുറിച്ചാണ്. ഈ ചിത്രത്തെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലെങ്കിലും ഞാൻ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ പ്രധാന വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് വരച്ച കലാകാരൻ്റെ പേര് സാൽവദോർ ദാലി എന്നാണ്. വർഷം 1935 പുള്ളി ഇത് വരച്ചത്. ഓരോ ചിത്രം വരയ്ക്കുന്നതും ഓരോ ശൈലിയിലാണ്. ഈ ചിത്രം വരച്ചിരിക്കുന്നത് സെറേലിസം എന്നൊരു ശൈലിയിലാണ്. ഈ ചിത്രത്തിൻ്റെ പ്രമേയം ഒരു സ്ത്രീയുടെ തലയ്ക്ക് പകരം വിടർന്നു നിൽക്കുന്ന റോസാപ്പൂക്കൾ നൽകിക്കൊണ്ട് മനുഷ്യരൂപത്തെയും പ്രകൃതിയെയും ഒത്തുചേർന്ന് വരച്ചിരിക്കുന്ന ഒരു ഭാവനയാണ് ഈ ചിത്രം. ഇനി നമ്മൾ കാണുന്നത് ഓസ്ട്രിയൻ ചിത്രകാരനായ ഗുസ്താവ് ക്ലിംറ്റ് വരച്ച ലേഡി വിത്ത് എ ഫാൻ എന്നൊരു പ്രശസ്തമായ ഒരു പെയിന്റിംഗ് ആണ്. 1917-18 കാലഘട്ടത്തിലാണ് പുള്ളി ഇത് വരച്ചത്. 2023 നടന്ന ലേലത്തിൽ ഏറ്റവും വലിയ തുകയ്ക്കാണ് ഈ ചിത്രം വിറ്റുപോയത്, ഏകദേശം 900 കോടി രൂപയ്ക്ക്. അതിന് കാരണം ചൈനീസ് പശ്ചാത്തലത്തിൽ വരച്ച ചിത്രമായതുകൊണ്ടാണ്. ചൈനീസ് പുരാണങ്ങളിലെ ഫീനിക്സ് പക്ഷിയും താമരപ്പൂക്കളെയും ഒക്കെ ഇതിൽ കാണാം. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ശില്പം ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കറക്റ്റായിട്ട് പറഞ്ഞാൽ BC 3000-2800 കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഗന്നൽ ലൈനസ് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. ഒരു പെൺസിംഹത്തിന്റെ തലയും മനുഷ്യന്റെ ശരീര പ്രകൃതിയുമുള്ള ഒരു പ്രത്യേക സ്കൾപ്ചറാണ്. വെളുത്ത മാഗ്നസൈറ്റ് അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 8 സെന്റിമീറ്റർ പൊക്കമാണ് ഇതിനുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യന്റെയും മൃഗത്തിന്റെയും സങ്കര രൂപങ്ങൾ പുരാതന കാലത്ത് ദൈവങ്ങളായോ അതീവ ശക്തികളായോ ആരാധിക്കപ്പെട്ടിരുന്നു. ആ ശക്തികളുടെയും അധികാരത്തിന്റെയും പ്രതീകമായിട്ടാണ് ഈ ശില്പം അറിയപ്പെടുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തായി നിങ്ങൾ ഈ കാണുന്ന ഈ പെയിന്റിംഗ് പ്രശസ്ത ജർമ്മൻ കലാകാരന് ഗെർഹാർഡ് റിച്ചാർഡ് വരച്ച ദ 2 കാൻഡിൽസ് എന്ന് പറഞ്ഞ വിഖ്യാതമായ പെയിന്റിംഗ് ആണ്. ഈ പെയിന്റിംഗ് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഈ ചിത്രം വരയ്ക്കാനെടുത്ത എഫേർട്ട്, ഇതാദ്യം റിച്ചാർഡ് ക്യാമറയിൽ പകർത്തിയതിന് ശേഷം അത് നോക്കി അതേപോലെ കൃത്യമായി വരച്ചെടുക്കുകയായിരുന്നു ഈ പെയിന്റിംഗ്. ഞാൻ ഈ പെയിൻറ്റിങ്ങിനെ പറ്റി കൂടുതൽ സെർച്ച് ചെയ്തപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ചിത്രത്തിൻ്റെ വശങ്ങളിൽ നേരിയ മങ്ങൽ, ചിത്രത്തിന് സ്വപ്നതുല്യമായ അല്ലെങ്കിൽ പഴയ ഓർമ്മകളുള്ള അനുഭവം. പക്ഷേ എനിക്ക് ഈ പെയിൻറ്റിങ് കണ്ടിട്ട്, അതായത് കറക്റ്റ് നമ്മളൊരു ഫോട്ടോ എടുത്ത് വെച്ച പോലെയാണ് എനിക്ക് ഈ പെയിൻറ്റിങ് കണ്ടു തോന്നിയത്. കാരണം അത്രത്തോളം ഫീലായിരുന്നു ഈ പിക്ചറിന്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഈ ചിത്രം ലോകപ്രശസ്തമായ സ്ട്രീറ്റ് ആർട്ടിസ്റ്റായ ബാങ്കസി വരച്ച ഗേൾ വിത്ത് ബലൂൺ എന്ന ചിത്രമാണ്. കലാലോകത്തെ തന്നെ ഞെട്ടിച്ച ഏറ്റവും വലിയ സംഭവകഥയാണ്
ഈ ചിത്രത്തിന് പിന്നിലുള്ളത്. അതായത് 2018 ഒക്ടോബറിൽ സൊതബീസ് ഇവരുടെ തന്നെ മുമ്പത്തെ ലേലത്തിൽ ഈ ചിത്രം ലേലത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. ലേലം വിളി പൂർത്തിയായി ഏകദേശം 10 കോടിയിലധികം രൂപയ്ക്കാണ് ഈ ചിത്രം വിറ്റുപോയത്. അങ്ങനെ ആ ലേലം കഴിഞ്ഞ ഉടനെ തന്നെ ചിത്രത്തിന്റെ ഫ്രെയിമിനുള്ളിൽ ചിത്രകാരൻ ബാങ്കസി രഹസ്യമായി കഴിപ്പിച്ചിരുന്ന ഒരു ഷ്രെഡർ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ആ ചിത്രം താഴോട്ടിറങ്ങി പകുതിയോളം മുറിഞ്ഞു പോവുകയും ചെയ്തിരുന്നു. കലാലോകത്തെ അമിതമായ കച്ചവടവൽക്കരണത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ബാങ്കസി ഇതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞത്. ഈ പെയിന്റിംഗ് പകുതിയോളം നശിച്ചെങ്കിലും ഈ സംഭവത്തിന് ശേഷം ഈ ചിത്രത്തിന്റെ പ്രശസ്തിയും മൂല്യവും വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇതിൽ രസകരമായ കാര്യം എന്തെന്നാൽ 2018 10 കോടി രൂപയ്ക്ക് വിറ്റുപോയ ഈ ചിത്രം 2021 ലേലത്തിന് വന്നപ്പോൾ ഏറ്റവും വലിയ റെക്കോർഡ് തുകയ്ക്കാണ് വിറ്റുപോയത്, ഏകദേശം 180 കോടി രൂപയോളം. പകുതി മുറിഞ്ഞ ഈ ചിത്രത്തിന് പിന്നീട് ലവ് ഈസ് ഇൻ ദ ബിൻ, സ്നേഹം ചവിറ്റുകുട്ടയിലാണ് എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത്. അടുത്തായി നിങ്ങൾ കാണുന്ന ഈ പെയിന്റിംഗ് ബ്രിട്ടീഷ് ചിത്രകാരനായ ഫ്രാൻസിസ് ബേക്കനാണ് വരച്ചത്. ഇതിന്റെ പേര് 3 സ്റ്റുഡിയോസ് ഓഫ് സെൽഫ് പോർട്രേറ്റ് എന്നാണ്. 1979 ഇദ്ദേഹം ഇത് പൂർത്തിയാക്കിയത്. ഈ ചിത്രത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ സാധാരണ ഒരു മുഖം പോലെയല്ല ഇത് വരച്ചിരിക്കുന്നത്, മറിച്ച് മുഖത്തിന്റെ രൂപം മാറിയ രീതിയിലാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ ഉള്ളിലെ ഒറ്റപ്പെടൽ, ഭയം, മാനസിക സംഘർഷങ്ങൾ ഇതെല്ലാം എപ്പോഴും ബേക്കന്റെ ചിത്രങ്ങളിൽ കാണാറുണ്ട്. ഈ ചിത്രം പ്രശസ്ത ഡച്ച് ചിത്രകാരനായ പീറ്റ് മോൺട്രിയാനാണ് വരച്ചത്. അദ്ദേഹം ആവിഷ്കരിച്ച നിയോപ്ലാസിസം എന്ന ശൈലിയിലാണ് ഈ ചിത്രം. ഈ പെയിന്റിംഗ് വളരെ ഈസിയായിട്ട് തോന്നുന്നെങ്കിലും 20-ാം നൂറ്റാണ്ടിലെ ആധുനിക കലയെ ഈ ചിത്രം വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഫാഷൻ, ആർക്കിടെക്ചർ, ഗ്രാഫിക് ഡിസൈൻ എന്നീ മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഈ പെയിന്റിംഗ്. ലോക പ്രശസ്തമായ ഹെർമീസ് ബെർക്കിൻ ഹാൻഡ് ബാഗാണ് ഇത്. ഫാഷൻ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ബാഗുകളിലൊന്നാണ്. ബ്രിട്ടീഷ് നടിയും ഗായികയുമായ ജെയിൻ ബെർക്ക് യൂസ് ചെയ്തിരുന്ന ഈ ഹാൻഡ് ബാഗ് സൊതബീസിന്റെ ഈ ലേലത്തിൽ ഏകദേശം 84 കോടി രൂപയ്ക്കാണ് വിറ്റുപോയത്. ബെർക്കിൻ ബാഗുകൾ പൂർണ്ണമായും കൈകൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഒരു ബാഗ് നിർമ്മിക്കാൻ ഏകദേശം 18 മുതൽ 48 മണിക്കൂർ വരെ സമയമെടുക്കും. ഉയർന്ന ഗുണമേന്മയുള്ള ലെതറാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും ഈ ബാഗിന് ഇത്രയും വില വരാൻ കാരണം ജെയിൻ യൂസ് ചെയ്ത ബാഗ് ആയതുകൊണ്ടാണ്. അടുത്തായി പ്രശസ്ത ഹോളിവുഡ് നടി മെർലിൻ മോൺറോയുടെ ചിത്രമാണ്. ഈ ചിത്രം വരച്ചത് ആൻഡി വോൾഹോർ ആണ്. ഈ ചിത്രത്തിന്റെ ചിലയിടത്ത് മഷി പടർന്നതായും ചിലയിടത്ത് മങ്ങിപ്പോയതായും കാണാം. ഇത് മനഃപൂർവ്വം ചെയ്തതാണ്. മെർലിന്റെ ജീവിതത്തെയും മരണത്തെയും ഇത് സൂചിപ്പിക്കുന്നു. 9 മുഖചിത്രങ്ങളായിട്ട് വരച്ച ഈ പെയിന്റിംഗ് മെർലിൻ ഡിപ്റ്റിക് എന്നാണ് അറിയപ്പെടുന്നത്. 1962 ഈ ചിത്രം പൂർത്തിയാക്കുന്നത്. ഇതിന് തൊട്ടു മുമ്പാണ് മെർലിൻ മരണപ്പെടുന്നത്. അവസാനമായി പ്രശസ്ത ഡച്ച് ചിത്രകാരനായ റെംബ്രാൻഡ് വരച്ച യങ് ലയൺ ഡ്രസ്റ്റിംഗ് എന്ന വിഖ്യാതമായ ചിത്രമാണിത്. 1638 കാലഘട്ടത്തിലാണ് ഇത് വരച്ചതെന്നറിയപ്പെടുന്നത്. റെംബ്രാൻഡ് ജീവനുള്ള ഒരു സിംഹത്തെ നേരിട്ട് കണ്ടാണ് ഇത് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.